ഓക്കെ, നമുക്ക് പറയണേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Cost of capital is one of the most important criteria used by the financial manager for evaluating profitability of capital investment proposal. ഒരു ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടാവും ഒരു കമ്പനിക്ക്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെച്ചാൽ കമ്പനിക്ക് റേസ് ചെയ്യുന്ന ഫണ്ടിൽ എത്ര ചിലവുണ്ടാവുമെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പോൾ ക്യാപിറ്റൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യും, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അപ്പോൾ അത് എന്ത് ചെയ്യണം, എത്ര കോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിങ്ങനെ റേസ് ചെയ്യുന്നുണ്ടാകുന്ന കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജർ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. It is used as a technique to determine whether particular project to be accepted or not. അപ്പോൾ ചില പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഫിനാൻഷ്യൽ മാനേജർ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. It is also used as a base for taking various investment decision. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത്രയുള്ള അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അടുത്ത കൺസെപ്റ്റ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റർ ഫോർ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഇൻവെസ്റ്റർ. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും ഫോർ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് മിനിമം ഒരു 5%, 2% ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ്ഡ് ബൈ ആൻ എൻറ്റിറ്റി സച്ച് ആസ് ഇക്വിറ്റി, പ്രിഫറൻസ് ഓർ ഡെപ്റ്റ് ഫോർ വേരിയസ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ. അപ്പോൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ് നമ്മൾ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് മിനിമം ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നതാണ്. It can also be called as the minimum rate of return that a project must yield to keep the value of enterprise unchanged. അപ്പോൾ എൻ്റർപ്രൈസ് ചേഞ്ച് ചെയ്യാതില്ലാതെ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ഈ പറയുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്തേക്കുന്നുണ്ടോ? The minimum rate of return that a firm must earn on its investment to keep market value of shares remain unchanged. അതായത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് ടു കീപ് മാർക്കറ്റ് വാല്യൂ ഷെയർസ് റിമെയിൻ അൺചേഞ്ച്. മാർക്കറ്റ് വാല്യൂ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യാതെ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അത് ആ ഡെഫിനിഷൻ അത് പഠിച്ചാൽ മതി. അടുത്തതിൻ്റെ ബേസിക് ആസ്പെക്റ്റുകളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് നോട്ട് എ കോസ്റ്റ് ആസ് സച്ച് ആണ്. ഒന്നാമത്തെ ഇറ്റ് ഇസ് ദ റേറ്റ് ഓർ റിട്ടേൺ ദാറ്റ് എ ഫേം റിക്വയർ ടു ഏൺ ഫ്രം ഇറ്റ്സ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് നോട്ട് എ കോസ്റ്റ് ഓഫ് സച്ച് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓർ റിട്ടേൺ ദാറ്റ് എ ഫേം റിക്വയർ ടു ഏൺ ഫ്രം ഇറ്റ്സ് പ്രോജക്റ്റ്. അതായത് ഒരു പ്രോജക്റ്റിൽ ഇപ്പം അദാനി അല്ലെങ്കിൽ റിലയൻസ് ഇവർ കുറേ ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇവർ കോസ്റ്റ് ഓഫ് സച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 15 കോടി രൂപയായിരിക്കും. അപ്പോൾ അതിൻ്റെ റിട്ടേൺ എത്ര കിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ആസ്പെക്റ്റ്. 2, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വേണം. മിനിമമായിട്ട് നമുക്ക് ഇത്ര ശതമാനം റിട്ടേൺ കിട്ടിയിരിക്കണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം ഈസ് ദാറ്റ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് വിൽ അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഒരു മാർക്കറ്റ് വാല്യൂ ഷെയർ ഉണ്ട്. നമ്മുടെ ഷെയറിന് ചിലപ്പോൾ 100 രൂപ 50 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ല ആ ഒരു ഷെയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അറ്റൈൻ ബൈ ദ പ്രോജക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ നിന്ന് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഇറ്റ് കംപ്രൈസസ് ഓഫ് 3 കമ്പോണൻ്റ് ആണ്. റിട്ടേൺ അറ്റ് 0 റിസ്ക് ലെവൽ ഒന്നാമത്തെ ഇതാണ്. ദിസ് റെഫേഴ്സ് ടു ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് 0 റിസ്ക് ലെവലാണ്. ഇത് പറയുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 0 റിസ്ക് ലെവലാണ്. റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, 0 റിസ്ക്കാണ്, റിസ്ക് കുറവായിരിക്കും, റിസ്ക് ഇല്ല എന്നുള്ളതാണ്. 2, പ്രീമിയം ഫോർ ബിസിനസ് റിസ്ക് ആണ്. ദ ടൈം ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു വേരിയബിലിറ്റി ഇൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് ബിസിനസ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു വേരിയബിലിറ്റി ഇൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ വേരി ചെയ്യും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡ്യൂ ടു ചേഞ്ചിങ് ഇൻ ദ നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ നേച്ചർ മാറുന്നു. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർട്ട് ബിസിനസ് ആണെങ്കിൽ അത് ടെലികോം ആണ് ടെലികോം. അപ്പോൾ അങ്ങനെ പ്രോജക്റ്റ് ഡിഫറൻറ്റ് ആവുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന ബിസിനസ് റിസ്കിൻ്റെ പ്രീമിയം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ പ്രീമിയം ഫോർ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു റിസ്ക് ഓൺ അക്കൗണ്ട് ഓഫ് പാറ്റേൺ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആണ്. അതാണ് ഈ പ്രീമിയം ഫോർ ഫിനാൻഷ്യൽ റിസ്ക്. ഡെപ്റ്റും ഇക്വിറ്റി മിക്സും ഉണ്ട്. ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിബഞ്ചേഴ്സ്, ബോണ്ട് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഇക്വിറ്റി ഉണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, ഏതാ പ്രിഫർ ഷെയർ, ഇക്വിറ്റി ഷെയർ. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സിങ്ങിനെയാണ് പ്രീമിയം ഫോർ ഫിനാൻഷ്യൽ റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത അപ്രോച്ചസ് ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അപ്രോച്ചുകളാണെന്നുള്ളതാണ്. there are 2 important approach of cost of capital. Cost of capital 2 important ആയിട്ടുള്ള അപ്രോച്ച്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, 2 മോഡിഗ്ലിയാനി അല്ലേ ആൻഡ് മില്ലർ അപ്രോച്ച്. ഓക്കെ, ഇന്ന് ട്രഡീഷണൽ പ്രാചീന രീതിയിലുള്ള അപ്രോച്ചാണ്. According to the traditional approach, a firm cost of capital depends upon the method and level of financing or capital structure. അപ്പോൾ ഇത് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ഫേം കൊണ്ട് ഉദ്ദേശിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് അപ്പോൺ ദ മെത്തേഡ്സ് ആൻഡ് ലെവൽ ഓഫ് ഫിനാൻസിങ് ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ.
ഏത് മെത്തേഡാണ്, ഏത് ലെവൽ ഓഫ് ഫിനാൻസിങ് ആണെന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ച് കൊണ്ട് നമ്മൾ നോക്കുന്നത്. അതായത് ഹെൻസ് ഇൻ ദിസ് അപ്രോച്ച് എ ഫേം ക്യാൻ ചേഞ്ച് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ട്രഡീഷണൽ മെത്തേഡിൽ അതാണ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. അതായത് നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി ഞാൻ പറഞ്ഞു, ഡിബഞ്ചറെ ബോണ്ട്, ഇപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി, പ്രിഫർ ഷെയർ, ഇക്വിറ്റി ഷെയർ, ഇപ്പോൾ ഇതിൻ്റെ മിക്സിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് മില്ലർ അപ്രോച്ച് ആണ്. അക്കോർഡിംഗ് ടു ദ അപ്രോച്ച് ദ ഓർഗനൈസേഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആയിരിക്കും ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മെത്തേഡ് ആൻഡ് ലെവൽ ഓഫ് ഫിനാൻസിങ്. അപ്പോൾ ഈ മെത്തേഡ് അപ്രോച്ചിൽ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യാനുണ്ടാകുന്ന ചെലവുകൾ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും മെത്തേഡ് ആൻഡ് ലെവൽ ഓഫ് ഫിനാൻസിങ്. ഇൻ ദിസ് അപ്രോച്ച് ചേഞ്ച് ഇൻ ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഡസ് നോട്ട് അഫക്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ചേഞ്ച് ചെയ്താലും നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എന്ത് ചെയ്തില്ല, അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഈ അപ്രോച്ചിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് രംഗത്ത്. ഇറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനും ക്യാപിറ്റൽ സ്ട്രക്ചറിനും വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ്. ഇറ്റ് ഓൾസോ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇൻവെസ്റ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് വേരിയസ് പ്രോജക്റ്റ് ആൻഡ് ടേക്കിംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഡിസിഷൻ. പല പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തീരുമാനം എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഡീറ്റെയിൽ ആസ് ഫോളോസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻസ് ആണ് താഴെ പറയുന്നത്. ഒന്ന്, ആസ് ആൻ അക്സെപ്റ്റൻസ് ഓഫ് ക്രൈറ്റീരിയൻ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തയ്യാറാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ കൺസിഡറിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏത് കൺസിഡർ ചെയ്യണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യണം. അക്കോർഡിംഗ് ടു ദ പ്രസന്റ് വാല്യൂ ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ ആർ അക്സെപ്റ്റഡ് ഓൺലി ഇഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ അപ്രോച്ച് ഈ ഒരു രീതി ഇതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രസന്റ് വാല്യൂ ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തയ്യാറാക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ ആർ അക്സെപ്റ്റഡ് ഓൺലി ഇഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ നോക്കണം. പറഞ്ഞാൽ മനസ്സിലായി, ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻഫ്ലോ, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് എത്ര തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1 കോടി രൂപ തിരിച്ചു കിട്ടുന്നു, അപ്പോൾ വേണേൽ അക്സെപ്റ്റ് ചെയ്യാം. മുടക്കം വരെ തിരിച്ചു കിട്ടും. ഒന്നിലധികം കൂടുതലാണ്. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടിയിൽ കൂടി 1.5 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ദ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ആർ കാൽക്കുലേറ്റഡ് ബൈ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഇൻഫ്ലോ ബൈ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് ഓർ കട്ട് ഓഫ് റേറ്റ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്കൗണ്ടിങ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് ഓർ കട്ട് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനകത്ത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ആണെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ആസ് ബേസിസ് ഫോർ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈനിങ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ ചെയ്യുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. മാക്സിമം എന്നുള്ളതാണ് ഒപ്റ്റിമം. മാക്സിമം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു പ്രൊപ്പോർഷൻ ഓർ മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട് ഓർ ഇക്വിറ്റി ആൻഡ് ബോറോഡ് ഫണ്ട് ഓർ ഡെപ്റ്റ് ഇൻ ദ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഏതൊക്കെ വരും, പ്രൊപ്പോർഷനാണ്. ഏതൊക്കെ പ്രൊപ്പോർഷനാണ്, ഓർ മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട്, ഓണറുടെ ഫണ്ട് വരാം, അല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് ബോറോഡ് ഫണ്ട്. ഇക്വിറ്റി ആകുമ്പോൾ നമുക്കറിയാം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ബോറോഡ് ഫണ്ട് വരാം, കടമെടുക്കുന്ന ഫണ്ടുകൾ വരാം, ഡെപ്റ്റുകൾ വരാം, ഏതാ ഡിബഞ്ചേഴ്സ് ബോണ്ടുകൾ. ഓക്കെ, ഇതിനകത്താണ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ആയിട്ട് വരുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദാറ്റ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ ദാറ്റ് മാക്സിമൈസ് ദ വാല്യൂ ഫെയിം ആൻഡ് മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാക്സിമം വാല്യൂ നമ്മൾ എടുക്കുകയാണ്, മിനിമം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് മാക്സിമം റിട്ടേൺ നേടുക എന്നുള്ളതാണ് ഈ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒപ്റ്റിമം ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. പിന്നെ മെഷർമെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ മെഷറിംഗ് ഉണ്ടല്ലോ. സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളൊരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും വേണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരെ സിഗ്നിഫിക്കൻറ്റ് റോൾ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻറ്റ് മേഖലയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റോളാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഉള്ളതെന്നാണ് പറയുന്നത്. അടുത്ത് ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തി നോക്കണം. ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇവാലുവേറ്റിംഗ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഇവാലുവേറ്റിംഗ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ദ ആക്ച്വൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ പ്രോജക്റ്റ്. ആക്ച്വൽ പ്രോഫിറ്റബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യണം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചിലവ്, അതാണ് ഓവറോൾ ക്യാപിറ്റൽ ഓഫ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ, അതാണ് പ്രോഫിറ്റബിൾ എത്രയാണ് നമ്മൾ കമ്പയർ ചെയ്യണം.
Actual cost of profitability of the project is greater than the overall cost of raising fund for the project. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കണം, ഓവറോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം എന്നുള്ളതാണ് പറയാം. റേസിംഗ് ഫണ്ട് ഫോർ ദ പ്രോജക്റ്റ് പെർഫോമൻസ് ഇസ് സെറ്റ് ടു ബി ഗുഡ്. കൂടുതലാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെ ഗുഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ബാഡ് പെർഫോമൻസ് ആണെന്ന് നമ്മൾ പറയും. അടുത്തത് ആസ് എ ബേസിസ് ഫോർ മേക്കിംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ചില സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇത് വളരെ ബേസിസ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി യൂസ്ഫുൾ ഇൻ മേക്കിംഗ് എ വേരിയസ് ഫിനാൻഷ്യൽ ഡിസിഷൻ സച്ച് ആസ് ഡിവിഡൻഡ് പോളിസി. കമ്പനിയുടെ ഷെയറിന് എടുക്കുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണ്ടേ, അപ്പോൾ ഡിവിഡൻഡ് പോളിസി, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ ആൻഡ് ബോണസ് ഇഷ്യൂ, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത് ഈ വേരിയസ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇങ്ങനെ ബിസിനസ്സിൽ കമ്പനിയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇത് ഡിവിഡൻഡ് പോളിസി, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഡേ ടു ഡേ ഫണ്ട് ആണ് റിക്വയർഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ ആൻഡ് ബോണസ് ഇഷ്യൂ ഉണ്ട്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയർസ് ആണ് നമ്മളിവിടെ റൈറ്റ് ഇഷ്യൂ, അങ്ങനെ ബോണസ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും നമുക്ക് അവർ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, നമ്മൾ ബോണസ് ആയിട്ട് അഡീഷണൽ ഷെയർ കൂടെ കൊടുക്കും, പിന്നെ ബോണസ് ഷെയർ. അപ്പോൾ അത് നിങ്ങളുടെ ഫിനാൻഷ്യലായിട്ട് തീരുമാനങ്ങളാണ്. അപ്പോൾ അത് എടുക്കുന്നതിന് ഏതാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെഷർമെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് പറയാം. അടുത്തത് അസിസ്റ്റിംഗ് പ്രോജക്റ്റ് എക്സ്പാൻഷനാണ്. പ്രോജക്റ്റ് എക്സ്പാൻഷൻ നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നതിന് ഇത് ആവശ്യമാണ് കേട്ടോ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസിസ്റ്റ് ദ ഫിനാൻസ് മാനേജർ ഇൻ ടേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ അബൌട്ട് ദ എക്സ്പാൻഷൻ ഓഫ് പ്രോജക്റ്റ്. അപ്പം പ്രോജക്റ്റ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മളെ സഹായിക്കുന്ന ഫിനാൻസ് മാനേജറെ, അതായത് കമ്പനിയുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഫിനാൻസ് മാനേജർ ഉണ്ടാവും, അയാളെയാണ് ഇത് മൊത്തം സഹായിക്കുന്നത്. ഇൻ ടേക്കിംഗ് കറക്റ്റ് ഡിസിഷൻ അബൌട്ട് എക്സ്പാൻഷൻ ഓഫ് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുന്നതിനും ഫിനാൻസ് മാനേജർ ഇത് സഹായിക്കുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ ബുക്ക് കോസ്റ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു ഫാസ്റ്റ. നമുക്കറിയാം ബുക്കിൽ എഴുതുന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഫാസ്റ്റ 2024 നമ്മൾ ചിലപ്പോൾ 23 വാങ്ങിച്ചതിൻ്റെ ബില്ലൊക്കെ ആയിരിക്കും, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് 24 ഇപ്പോൾ മേടിച്ചതിൻ്റെ എഴുതി കഴിഞ്ഞാൽ 25 അത് ഫാസ്റ്റാണ്, അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. ബുക്കിൽ എഴുതുന്ന പ്രോഫിറ്റ്, ബുക്കിൽ എഴുതുന്ന ഡേറ്റയിൽ ഇത്. ഫ്യൂച്ചർ കോസ്റ്റ് ആർ പ്രോബബിൾ കോസ്റ്റ് ഫോർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ കോസ്റ്റ് എപ്പോഴും പ്രോബബിൾ കോസ്റ്റാണ്, സാധ്യതയുള്ള ഫ്യൂച്ചറിലേക്ക് സാധ്യതയാണ് നമ്മളെ ഈ ഫ്യൂച്ചർ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഫ്യൂച്ചർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മോർ റിലവൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇത് കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഹൗവർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ്. അപ്പോൾ ഹിസ്റ്റോറിക് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ് ബേസ് ചെയ്യാം. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ് നമുക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ ഇതായിട്ട് പറയുന്നത്. രണ്ട്, സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ് ആണ്. സ്പെസിഫിക് കോസ്റ്റ് റെഫേഴ്സ് ടു സ്പെസിഫിക് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് എക്സെട്ര. ഈ സ്പെസിഫിക് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള സോഴ്സ് ഓഫ് ഫിനാൻസാണ്. അത് കമ്പനിയിലേക്ക് പല രീതിയിൽ ഫിനാൻസ് വരുമല്ലോ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഏതാ, ഷെയർ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഇങ്ങനെയുള്ള കാര്യം. ഇക്വിറ്റി ഷെയർ, പ്രിഫർ ഷെയർ, അതൊക്കെയാണ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് പ്രിഫർ ഷെയർ, അതാണ് രണ്ടും പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്. ദ കോമ്പോസിറ്റ് കോസ്റ്റ് ഈസ് ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, പ്രിഫറൻസ്, ഇക്വിറ്റി ഷെയർ. ഓക്കെ, ഇറ്റ് ഈസ് എ വെയിറ്റേജ് ആവറേജ് ടു കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇതിൻ്റെ വെയിറ്റേജ് നമ്മൾ എടുക്കും, ഇതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഇതൊക്കെ ചോദിക്കുന്നത് അൾട്ടിമേറ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഒക്കെ കേട്ടോ, ചോദിച്ചിട്ടുണ്ടാവും 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് വിച്ച് ഇക്വേറ്റ്സ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വിത്ത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, ഓർ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് വിച്ച് ഇക്വേറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും കൂടെ ഒരു ഈക്വൽ, അതിൻ്റെ ഒരു സ്റ്റഡിയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് വരുന്ന എമൗണ്ട്, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വിറ്റീസിൻ്റെ സ്റ്റഡിയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് എത്രയാണ് നമ്മൾ നോക്കും. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് സ്റ്റഡി ചെയ്യുന്ന ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, കമ്പനിയിലേക്ക് വരുന്ന ഇന്റേണൽ റേറ്റ്. ഓക്കെ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എന്നാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അസോസിയേറ്റഡ് വിത്ത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫെയിം ദാറ്റ് ഷാൾ ബി ഫോർഗോൺ. അതായത് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏതാണെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, കമ്പനികൾ അപ്ലൈ ചെയ്യുന്നതാണ് പറയുന്നത്. ദ പ്രോജക്റ്റ് പ്രസന്റ്ലി അണ്ടർ കൺസിഡറേഷൻ ബൈ ദ ഫെയിം ആർ അക്സെപ്റ്റഡ്. കാരണം അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ അവരുടെ കൺസിഡറേഷനിൽ ഇരിക്കുന്ന പ്രോജക്റ്റുകളുണ്ടാവും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നവർ നോക്കുന്നതിന് ഏതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻ ഓർഡർ ടു ടേക്ക് അപ്പ് എ പർട്ടിക്കുലർ പ്രോജക്റ്റ്. ഓക്കെ, ഇനി ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഉണ്ട്.
ആവറേജ് കോസ്റ്റ് ഈസ് ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് സച്ച് ആസ് ഇക്വിറ്റി, പ്രിഫറൻസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതും കമ്പൈൻഡ് കോസ്റ്റാണ്. ഏതിൻ്റെയൊക്കെ കമ്പൈൻഡാണ്? ഇക്വിറ്റി, പ്രിഫറൻസ്, ഡിബഞ്ചേഴ്സ്. ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇതെന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻകേർഡ് ബൈ ദ ഫേം ഫോർ റേസിംഗ് അഡീഷണൽ ഫണ്ട് റിക്വയർഡ്. ഉണ്ടോ? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ശരാശരി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായി വന്നു റേസിംഗ് അഡീഷണൽ ഫണ്ട് റിക്വയർഡ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഫണ്ട് വേണ്ടി വരുമല്ലോ കമ്പനികൾക്ക്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ചിലവാക്കുന്ന തുകയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കണം ഏത്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. അപ്പോൾ നമുക്ക് വീണ്ടും ശരാശരി ഇത്ര കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം ഉണ്ടോ നോക്കുന്നു. അപ്പോൾ ലാഭം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റഡി ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി മെഷർമെൻറ്റ് ഓർ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം ഈസ് കമ്പ്യൂട്ട് ഓൺ ദ ഫോളോയിങ് മാനർ. ഒന്ന്, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. രണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ രണ്ടും? ഒന്ന് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്താണ്? ദ കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഈസ് കമ്പ്യൂട്ടഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഓരോ സോഴ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ് ഇൻവോൾവ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ സച്ച് ആസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുകയാണ് ഏതിനോട് ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് എ കമ്പനി പേ ഓൺ ഇസ് ബോറോയിങ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടം എടുക്കുന്നതാണ്. കടം എടുത്ത ഫണ്ടിന് എത്രയാണ് നമ്മൾ അവർക്ക് പലിശ കൊടുക്കേണ്ടത്, അതിൻ്റെ ചിലവിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റ് എയ്തർ അറ്റ് ബിഫോർ ടാക്സ് റേറ്റ് ഓർ ആഫ്റ്റർ ടാക്സ് റേറ്റ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ഒന്നുകിൽ ബിഫോർ ടാക്സിന് മുന്നേ ഉള്ളതാവും, അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് റേറ്റ് ആവും. ആസ് ഇൻട്രസ്റ്റ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ഇൻകം ടാക്സ് പർപ്പസ്. പിന്നെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്തായാലും ഇൻകം ടാക്സ് പർപ്പസിൽ നിന്ന് കുറച്ച് കിട്ടും. ഓക്കെ. ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് അറ്റ് ആഫ്റ്റർ ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് സാറിന് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്ന ആഫ്റ്റർ ടാക്സ് റേറ്റ് ആയിരിക്കും. ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് കാൽക്കുലേറ്റ് അണ്ടർ ടു ഹെഡ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ രണ്ട് ഹെഡിലാണ് കാൽക്കുലേറ്റ്. കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് പെർപ്പച്വൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ? ഇറിഡീമബിൾ ഡെപ്റ്റ് ഈസ് ദ ഡെപ്റ്റ് ദാറ്റ് ഹാസ് നോ സ്പെസിഫിക് റിഡംഷൻ ഡേറ്റ് ഓർ മെച്യൂരിറ്റി പീരീഡ്. ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുമല്ല, ഒരു സ്പെസിഫിക് പീരീഡിന് അത് പൈസ തിരിച്ചു തരാൻ പറഞ്ഞല്ല പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? റിഡക്ഷൻ ഡേറ്റ് സ്പെസിഫിക് അല്ല. മറ്റേ ബാക്കി എല്ലാ ഡെപ്റ്റിനകത്ത് നമ്മൾ പറയും ഒരു 5 വർഷം കഴിഞ്ഞ് തരാം, 10 വർഷം കഴിഞ്ഞ് തരാം. ഇത് അവിടെ ഇല്ല, ഇറിഡീമബിൾ ആണ് കേട്ടോ. എന്താ പറയുക? സ്പെസിഫിക് റിഡംഷൻ ഡേറ്റ് ഓർ മെച്യൂരിറ്റി പീരീഡ് അവിടെ എന്തല്ല സ്പെസിഫൈ ചെയ്തില്ല. സച്ച് ഡെറ്റ് ഈസ് ക്യാരീസ് എ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെയുള്ള ഡെപ്റ്റുകൾ നമ്മളൊരു കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ചിലപ്പോൾ 50, 100, 150 വർഷം ചിലപ്പോൾ നമ്മുടെ കമ്പനിയിലെ ഫണ്ട് തരുന്ന ആളായിട്ട് അവിടെ നിൽക്കുമോ? അവർ കൂപ്പൺ റേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ദിസ് കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെപ്രസെൻറ്റ് ദ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. അപ്പോൾ ഈ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. വരച്ചിട്ടോ? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് കേട്ടോ. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് പെർപ്പച്വൽ ഡെപ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ആഫ്റ്റർ ടാക്സ് റേറ്റ് നമ്മൾ പെർപ്പച്വൽ ഡെപ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ കോർപ്പറേറ്റ് ടാക്സ് വിത്ത് ബിഫോർ ടാക്സ് കോസ്റ്റ് ക്യാപിറ്റൽ. ബിഫോർ ടാക്സ് കോസ്റ്റ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പെർപ്പച്വൽ കോസ്റ്റ് ഡെപ്റ്റ് കാണാൻ വേണ്ടി ആഫ്റ്റർ ടാക്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദ ഡെപ്റ്റ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ. ഡെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫേസ് വാല്യൂ ഇഷ്യൂ ചെയ്യാം. അതാണ് ഇഷ്യൂഡ് അറ്റ് പാർ. അറ്റ് ഡിസ്കൗണ്ട് 10 രൂപ വിലയുള്ള ഷെയർ ആണെങ്കിൽ ഡെപ്റ്റ് ആണെങ്കിൽ നമുക്ക് 8 രൂപയ്ക്ക് കൊടുക്കാം, അതാണ് ഡിസ്കൗണ്ട്. അറ്റ് പ്രീമിയം 10 രൂപ വിലയുള്ള ഡെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 12 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈൽഡ് ഓൺ ഡെപ്റ്റ് അഡ്ജസ്റ്റഡ് ബൈ ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ ഈൽഡ് ഓൺ ഡെപ്റ്റ് അഡ്ജസ്റ്റഡ് ബൈ ടാക്സ് റേറ്റ് ആണ്. ഓക്കെ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് അഡ്ജസ്റ്റ് ബൈ ടാക്സ് റേറ്റുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുലയാണ്. കണ്ടോ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കാണിച്ചേക്കുന്നുണ്ടോ? കോസ്റ്റ് ഓഫ് റിഡീമബിളിൻ്റെ ആണ് 1 ഡിവൈഡ് ബൈ പി ഇൻറ്റു 1 - ടി ഓർ ആർ ഇൻറ്റു 1 - ടി. അപ്പോൾ കെ ഡി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉള്ളതാണ്. അത് നമ്മൾ കെ ഡി എന്ന് പറയുന്നില്ല, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ളതാണ്. ടി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, സ്മാൾ ലെറ്റർ ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടി എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ്. ഇൻ കേസ് ഓഫ് ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓർ ഡിസ്കൗണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇഷ്യൂഡ് അറ്റ് പാർ വരാം, ഡിസ്കൗണ്ട് വരാം, പ്രീമിയം വരാം. ഈസ് എ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ? ആൻഡ് ദർ ഇസ് എ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് അനദർ ഫോർമുല. ഇത് ഫ്ലോട്ടേഷൻ കോസ്റ്റിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ഒക്കെ വേറെ ഫോർമുല യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 1 - ടി ആണ് കേട്ടോ.
ഐ ആണ്. ഐ ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 1 മൈനസ് ടി ആണ്. അപ്പോൾ എൻ ബി സ്റ്റാൻഡ് ഫോർ നെറ്റ് പ്രൊസീഡ് ആണ് ഇല്ലേ. എൻ ബി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് പ്രീമിയം മൈനസ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മൈനസ് ഡിസ്കൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ആണ് കേട്ടോ. പ്രോബ്ലം നോക്കിക്കോളൂ. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 8% ഡിവിഞ്ചസ് അറ്റ് പാറാണ്. ഫേസ് വാല്യൂ തന്നെ. പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ 10 രൂപയ്ക്കുള്ള 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ദ റേറ്റ് ഓഫ് റിട്ടേൺ ആപ്ലിക്കബിൾ ടു കമ്പനി ഈസ് 50%. റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 50%. കമ്പ്യൂട്ടർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ കണ്ടോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ പി ഇൻറ്റു 1 മൈനസ് സി അല്ലേ? അല്ല, ഐ ബൈ പി ഇൻറ്റു 1 മൈനസ് സി ആണ് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 50,000-ന് 8%, 4,000 എഴുതില്ലേ? ഓക്കെ, ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 50,000 ഇൻറ്റു 1 മൈനസ് ടി. ടി എന്ന് പറഞ്ഞാൽ 50% അല്ലേ? ആണ് 0.50 ഇട്ടേക്കുന്ന എമൗണ്ടാണ് കേട്ടോ. 50%. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4% വരും കമ്പ്യൂട്ടർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ ആയോ? ചെയ്തു നോക്കാം. ഏതാ